നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് പാറ്റേൺ ആണ് ഹാവ് യു ഹേർഡ് ഓഫ്. ഹാവ് യു ഹേർഡ് ഓഫ്? ആ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ദാറ്റ് മൂവി? ഈ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ബുക്ക്? ഈ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ആപ്പ്? അവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ഹിം? ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് പ്ലേസ്? അവളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതെങ്ങനെയാ പറയാനെന്ന് കമന്റ് ചെയ്യൂട്ടോ. ഒരു കാര്യം എത്ര കാലമായി ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സെന്റൻസ് പാറ്റേൺ ആണ് ഹൗ ലോങ് ഹാവ് യു ബീൻ? ഹൗ ലോങ് ഹാവ് യു ബീൻ? നിങ്ങൾ എത്ര സമയമായി കാത്തിരിക്കുന്നു? How long have you been waiting? How long have you been waiting? നിങ്ങൾ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു? How long have you been studying English? അവർ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു? How long have they been living here? അവൾ ഇവിടെ എത്ര കാലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു? How long has she been working here? നമ്മൾ ഒരാളോട് ഒരു നിർദ്ദേശം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുമ്പോഴോ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്കാണ് ഷാൾ, അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഷാൾ ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നാക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഷാൾ ഐ ഹെൽപ്പ് യു? ഷാൾ ഐ ഹെൽപ്പ് യു? ഞാൻ ജനൽ തുറക്കട്ടെ. ഇതെങ്ങനെ ചോദിക്കാം? ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ? Shall I open the window? ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കട്ടെ. Shall I call you later? Shall I call you later? ഞാൻ നിങ്ങളുടെ ബാഗ് എടുത്തു കൊടുക്കട്ടെ. Shall I carry your bag? Shall I carry your bag? ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ. ഇതെങ്ങനെ പറയാ?